കുറച്ച് ദിവസമായിട്ട് നിന്നോട് ചോദിക്കണം എന്ന് വിചാരിക്കുന്ന, നിന്റെ മുടി ഭയങ്കര തിക്കായിട്ടുണ്ടല്ലോ, നീ എന്താ ചെയ്യുന്നേ? ഈടായിട്ട് എന്തെങ്കിലും പുതുതായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? മുടി നന്നായി വളർന്നു അല്ലേ? ഞാൻ മിനോക്സിഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. നീ മിനോക്സിഡിലാണോ യൂസ് ചെയ്യുന്നേ? നീ എന്തറിഞ്ഞിട്ടാ മിനോക്സിഡിൽ യൂസ് ചെയ്യുന്നേ? നീ ഇതെന്താ ഇത്ര ഞെട്ടിയേ? മിനോക്സിഡിൽ യൂസ് ചെയ്യാൻ പാടില്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് മിനോക്സിഡിലിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ മുടി വളരുന്നുണ്ട് അത്രേ. അങ്ങനെ കണ്ട് മേടിച്ചാ. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി യൂസ് ചെയ്യുന്നുണ്ട്. എടി അത് തന്നെയാണ് മിനോക്സിഡിലിന്റെ പ്രശ്നം. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മുടി വളരും. മുടി വളരെയധികം തിക്കാകും. നിനക്ക് ഉണ്ടായിരുന്ന മുടി കൊഴിച്ചിലൊക്കെ കുറയും ചെയ്യും. പക്ഷെ നീ മിനോക്സിഡിൽ യൂസ് ചെയ്യുന്നൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്ക്. നിനക്ക് ഇതുവരെ വന്ന മാറ്റങ്ങളെല്ലാം പഴയ പോലെ തന്നെയാവും. നീ മിനോക്സിഡിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നിന്റെ ഹെഡിന്റെ അതായത് ഹെയർ ഫോൾ കാര്യങ്ങൾ എങ്ങനെയായിരുന്നോ ആ സെയിം സ്റ്റേജിലോട്ട് ഇത് തിരിച്ചു പോകും. സംഭവം മിനോക്സിഡിൻ ഹെയറിന് വളരെ നല്ലതാണ്. മുടി വളരാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മുടി തിക്കാക്കാനായിട്ട് സഹായിക്കും. കാരണം മിനോക്സിഡിൻ ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. പക്ഷെ ഒരിക്കലും മുടി കൊഴിച്ചിലിന് കാരണമാകുന്ന ആ കാരണക്കാരനെ ഇല്ലാതാക്കുന്നില്ല. അവിടെ ആ ഒരു സ്റ്റിമുലേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ശരിക്കുള്ള മുടി കൊഴിച്ചിലിന് എന്താണോ കാരണം അത് സ്റ്റിൽ ഇപ്പോഴും നിന്റെ ശരീരത്തുണ്ട്. അതായത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ മുടി വളരുന്നതിനും മുടി ഒന്ന് ഹെയർ ഫോളിക്കിളിന് ഉണ്ടാകുന്നത് മുതൽ മുടി കൊഴിയുന്നത് വരെ ഓരോരോ ഫേസുകളുണ്ട്. നമ്മുടെ ഇപ്പൊ വളർച്ചയിലാണെങ്കിലും ഓരോരോ ഫേസിൽ ബാല്യം, കൗമാരം, യൗവനം, അങ്ങനെ ഓരോന്ന് തുടർന്നു പോലെ അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും ഉണ്ട്. അത് ശരിക്കും പറയുക കുറച്ച് ഫേസുകളുണ്ട്. അതിൽ മിനോക്സിഡിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ എനാജൻ ഫേസിനെ ഒന്ന് എക്സ്റ്റെൻഡ് ആക്കും, അതായത് നീട്ടിക്കൊണ്ടു പോകും. അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുടി കൊഴിച്ചിൽ കാര്യങ്ങളൊന്നും തോന്നാത്തതും ഹെയർ തിക്കാക്കുന്നതും. അതേസമയം ഇത് നീ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ തന്നെ ആ ഫേസ് വീണ്ടും പഴയ പടിയിലോട്ടാകും, ഷോർട്ടായിട്ട് വരും. അപ്പൊ വീണ്ടും മുടി കൊഴിയാനായിട്ട് തുടങ്ങും. ഹെയർ ഗ്രോത്ത് ഫേസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ടോട്ടൽ ഒരു 4 ഹെയറിന്റെ ഫേസുകളുണ്ട്, അതായത് ഗ്രോത്ത് ഫേസുകളുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എനാജൻ ആണ്. ഈ എനാജൻ ഫേസിൽ മുടി ശരിക്കും വളരുകയാണ്. നമ്മുടെ ഹെയർ ഫോളിക്കിളിൽ ആ ഹെയർ ഫോളിക്കിളിൽ നിന്ന് ഒരു പുതിയ മുടി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു 2 മുതൽ 7 വർഷം വരെ ഉള്ള ഒരു പ്രോസസ്സാണ്. ശരിക്കും പറയാ കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 85 മുതൽ 90% മുടിയും എനാജൻ ഫേസ് ആണ്, അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന മുടി. ഇത് 1 സെന്റിമീറ്റർ 1 മാസത്തിൽ വളരും. രണ്ടാമത്തേത് കെറ്റാജൻ ഫേസ് ആണ്. ഇതൊരു 2 മുതൽ 5 ആഴ്ച വരെ ഈ ഫേസ് നിൽക്കുള്ളൂ. ശരിക്കും പറയാ കഴിഞ്ഞാൽ നമുക്ക് മുടി വളരാൻ കാരണമാകുന്നത് എന്താ? നമ്മുടെ ഹെയർ ഫോളിക്കിള് കൃത്യമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൊടുക്കുമ്പോഴാണ് ഈ മുടി വളരുന്നത്. ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ആ ഒരു ഭാഗം ചുരുങ്ങിക്കൊണ്ട് വരും. അപ്പൊ ചുരുങ്ങുമ്പോൾ എന്തുണ്ടാവും? ബ്ലഡ് സർക്കുലേഷൻ കിട്ടാത്ത അവസ്ഥ. ആ ബ്ലഡ് സർക്കുലേഷനായിട്ടുള്ള കണക്ഷൻ അങ്ങ് വിടും. ഒരു 5% നമ്മുടെ സ്കാൽപ്പിലുള്ള മുടി ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ടെലോജൻ ഫേസ്. അതായത് ഈ ഫേസിൽ മുടി വളരില്ല, അന്ന് മുടി ഹെയർ ഫോളിക്കിളിൽ തന്നെ നിൽക്കും. ഇത് ശരിക്കും പറയുക 10-15% നമ്മുടെ സ്കാൽപ്പിൽ ഈ ഒരു ഫേസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഫേസ് ആണ് എക്സോജൻ ഫേസ്. ഈ ഫേസിലാണ് നമുക്ക് ശരിക്കും മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നാച്ചുറൽ ആയിട്ട് നമ്മുടെ മുടി കൊഴിയും. ആ മുടി കൊഴിയുന്ന എന്തിനാ? അടുത്തൊരു മുടി അവിടെ വളരാൻ വേണ്ടിയിട്ടാണ് കൊഴിയുന്നത്. അപ്പോൾ മിനോക്സിഡിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറയാ എനാജൻ ഫേസ്, ഫസ്റ്റ് ഫേസ്, ആ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫേസിനെ മാത്രം കുറച്ചൊന്ന് നീട്ടിക്കൊണ്ടു പോകും. ബാക്കി ഫേസുകളൊക്കെ സെയിം ആയിരിക്കും. അപ്പൊ നീ മുടി ഒഴിച്ചിൽ ഉള്ള സമയത്ത് മിനോക്സിഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ മുടി വളർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ എന്ന് സ്റ്റോപ്പ് ചെയ്യുന്നോ അത് വീണ്ടും ആ പണ്ടത്തെ ആ ഒരു ഫേസിലോട്ട് തന്നെ വരും. അപ്പൊ വീണ്ടും വന്ന മുടിയൊക്കെ അതുപോലെ തന്നെ കൊഴിഞ്ഞു പോകും. അപ്പൊ സത്യത്തില് അവിടെ ഹെയർ ഫോൾ ഉണ്ടാകാനായിട്ട് കുറെ കാരണക്കാരുണ്ട്. അവരേനൊന്നും അവിടെ മാറ്റം വരുത്തുന്നില്ല. ശരിക്കും ആ ഒരു ടെമ്പററി ആയിട്ട് ഒന്ന് തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതാണ് ഇവര് ചെയ്യുന്നത്. അപ്പൊ ഞാനിത് യൂസ് ചെയ്യൽ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും മുടി കൊഴിച്ചിൽ വരുമോ? എടി, പക്ഷെ ഞാൻ എങ്ങനെ ഇത് ഒരുപാട് യൂസ് ചെയ്യാ? നല്ല റേറ്റ് ആണ്. എത്രയാണെന്ന് വെച്ചിട്ടാ ഈ മുടി കൊഴിച്ചിലിന് മാത്രമായിട്ട് എപ്പോഴും മാസം നമുക്ക് പൈസ കൊടുത്ത് എത്രയും മേടിക്കാൻ പറ്റുമോ? അതെ, അതാണ് രണ്ടാമത്തെ പ്രശ്നം. ഇത് വളരെ റേറ്റ് കൂടുതലായ കാരണം നമുക്ക് ജീവിതകാലം മൊത്തം ഇത് യൂസ് ചെയ്യാനായിട്ടും പറ്റില്ല. അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്താ? നമ്മൾ ആ മുടി കൊഴിച്ചിലിനുള്ള കാരണക്കാരനെ അങ്ങ് ഇല്ലാതാക്കുന്നതല്ലേ. പല കാരണം കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിലില്ലേ. അപ്പൊ ആ ഒരു കാരണം കണ്ടുപിടിച്ച് അത് മാറ്റാനായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഇങ്ങനെ മിനോക്സിഡിൻ പോലത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ടി വരില്ല. മുടി കൊഴിച്ചിൽ വരാനായിട്ട് കാരണങ്ങളൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ നീ എന്തി പറയണേ? മെയിൻ ആയിട്ട് മുടി കൊഴിച്ചിലിന് ഒരു റീസൺ എന്ന് പറയുന്നത് ജെനറ്റിക് ഫാക്ടർ ആണ്. അത് വുമൺസിലാണെങ്കിലും, അതായത് സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും അത് കൂടുതലായിട്ട് കാണുന്നുണ്ട്.
എന്താ ഉണ്ടാവണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജ് കഴിയുമ്പോൾ DHT എന്ന് പറയുന്ന ഡീഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ കുറച്ച് കൂടുതലായിട്ട് വരും. അപ്പോൾ ഈ ഹെയർ ഫോളിക്കിള് തിന്നാകാനായിട്ട് തുടങ്ങും, അങ്ങനെ മുടി കൊഴിയാം. അതുകൊണ്ടാണ് പുരുഷന്മാരിൽ ഒരു ഏജ് കഴിയുമ്പോൾ പെട്ട കയറുക എന്നൊക്കെ പറയില്ല, അവരുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് കഷണ്ടി ആയി വരിക, അത് സംഭവിക്കുന്നതും. അതുപോലെ തന്നെ സ്ത്രീകളിൽ ഒരു കുറച്ച് പ്രായമൊക്കെ കഴിയുമ്പോൾ അവർക്ക് മുടി വളരെയധികം തിന്നായി തുടങ്ങുന്നതും. ഇത് ഒരു റീസൺ. അതുപോലെ തന്നെ വേറൊരു റീസൺ ആണ് ഹോർമോണൽ ഇംബാലൻസ്. കൂടുതലും ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന മുടി കൊഴിച്ചിൽ ഈ ഹോർമോണൽ ഇംബാലൻസ് കാരണം വരാറുണ്ട്. തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും, PCOS PCOD റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ വരുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. ഇപ്പോൾ പ്രഗ്നൻസി ടൈമിലാണെങ്കിലും പ്രസവം കഴിഞ്ഞിട്ടാണെങ്കിലും പെട്ടെന്ന് സ്ത്രീകൾക്ക് മുടി കൊഴിച്ചിലുണ്ടാവും. അതിന് കാരണം എന്നും പറയുന്നത് പെട്ടെന്ന് ഇവരുടെ ശരീരത്ത് ഹോർമോൺസ് വളരെയധികം വേരിയേഷൻ വരും. അപ്പൊ അതുകൊണ്ടും മുടി കൊഴിയാട്ടോ. പിന്നെ ഒരു മൂന്നാമത്തെ റീസൺ ആണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൃത്യമായിട്ട് മുടി വളരാനായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കിട്ടുന്നില്ലെങ്കിലും മുടി കൊഴിയും. മെയിനായിട്ട് ഈ അയൺ ശരീരത്ത് കുറവുള്ള സ്ത്രീകൾക്ക്, അയൺ കണ്ടന്റ് കുറവാണെങ്കിൽ അത് മെയിനായിട്ട് ഹെയറിനെ എഫക്ട് ചെയ്യും. അപ്പൊ ഈ കുറച്ചും കൂടി അനീമിക് ആയിട്ടുള്ള, അതായത് രക്തക്കുറവുള്ള ആൾക്കാരിൽ ഒരു സിംറ്റമാണ്, ലക്ഷണമാണ് ഈ മുടി കൊഴിച്ചിൽ. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീന്, സിങ്ക്, വിറ്റമിൻസ് ആയിട്ടുള്ള B12 വിറ്റമിൻ ഡിയും കാര്യങ്ങളും ബയോട്ടിനും കിട്ടിയില്ലെങ്കിലും ഈ മുടി കൊഴിയാം. കൂടുതലും ഇപ്പൊ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് PG കാര്യങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇവർ കറക്റ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കും. നമ്മൾ വീട്ടിലാകുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. പക്ഷെ പുറത്തൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ചാൻസുകൾ വളരെ കുറവായിരിക്കും. ഇപ്പൊ ജോലിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളും അത്ര ശ്രദ്ധിക്കില്ലല്ലോ. അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ വിറ്റമിൻസ് കാര്യങ്ങളൊന്നും നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടിയില്ലെങ്കിലും മുടി കൊഴിയാം. മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ആണ് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ഈ വിറ്റമിൻ ഡി ആണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിനേക്കാളും വളരെ നല്ല സോഴ്സ് എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വളരെ തിരക്കേറിയ കാരണം നമുക്ക് അതിനൊരു സമയം കൂടുതലായിട്ട് കിട്ടാറില്ല. അപ്പോൾ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്നൊക്കെ പറയുന്നത് ഇപ്പൊ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അത് കാരണം ഈ മുടി കൊഴിച്ചിൽ വരാം. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സ്ട്രെസ്, അതുപോലെ തന്നെ ടെൻഷൻ കാര്യങ്ങൾ. ഈ സ്ട്രെസ് ടെൻഷനൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺസ് വളരെയധികം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടെലാജൻ ഫേസ്, 4ാമത്തെ ഫേസ്, മുടി കൊഴിയുന്ന ആ ഒരു ഫേസ് വളരെയധികം കൂടുതലായിട്ട് വരും. പിന്നെ കുറച്ച് റീസൺ എന്ന് പറയുന്നത് നമുക്ക് മുടി റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് അസുഖങ്ങളാണ്. ഇപ്പോൾ അലോപേഷ്യ അരേറ്റ എന്നൊക്കെ പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനത്തെ കണ്ടീഷൻ കൊണ്ട് മുടി ഒഴിച്ചിലുണ്ടാകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വട്ടത്തിലായിരിക്കും മുടി ഒഴിയും, ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം മുടി ഒഴിച്ചിലുണ്ടാകാം. പിന്നെ ഇൻഫെക്ഷൻസ് കാരണം, ഈ ഫംഗൽ ആയിരിക്കും, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കാരണം നമുക്ക് മുടി കൊഴിച്ചിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ നമ്മളെപ്പോഴും മിനോക്സിഡിൽ യൂസ് ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ലാതാകുന്നില്ല. ആ ഒരു മുടി വളരുന്ന ഒരു ഫേസിനെ മാത്രം ഒന്ന് നീട്ടിക്കൊണ്ട് പോവാണ്. അതാണ് നിർത്തുമ്പോൾ അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ വരുന്നത്. കാരണം ഇതിലേതെങ്കിലും ഒരു പ്രശ്നം കൊണ്ടായിരിക്കും നമുക്ക് മുടി കൊഴിച്ചിൽ വരുന്നത്. ആ പ്രശ്നങ്ങൾക്കൊന്നും ഒരു മാറ്റം സംഭവിക്കുന്നില്ല. മുടി കൊഴിച്ചിൽ വരാനായിട്ട് ഇത്രയും കാരണങ്ങളുണ്ടോ? അല്ല, നമ്മളപ്പോൾ എന്താ നാച്ചുറൽ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുക? നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ പറഞ്ഞതിലെല്ലാത്തിലും ബ്ലഡ് സർക്കുലേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് സ്കാൽപ്പിലോട്ട്, പ്രത്യേകിച്ച് ഹെയർ ഫോളിക്കിളിലോട്ട് കറക്റ്റ് ആയിട്ട് ബ്ലഡ് സർക്കുലേഷൻ വന്നില്ലെങ്കിൽ മുടി കൊഴിയും. അപ്പൊ എന്താ ചെയ്യണ്ടേ? നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് ശ്രമിക്കണം. മെയിനായിട്ട് നമ്മൾ ഈ അമ്മമാർ പണ്ടൊക്കെ ഹെഡ് മസാജ് ചെയ്ത് തരില്ലേ? ഈ ഹെഡ് മസാജ് ചെയ്യുമ്പോൾ ശരിക്കും പറയാ കഴിഞ്ഞാൽ അവിടെ ഒരു ചൂട് കാര്യങ്ങളൊക്കെ വരും. മസാജ് ചെയ്യുമ്പോൾ നോർമലി ഒരു ടെമ്പറേച്ചർ അവിടെ കൂടുതലായിട്ട് വരും. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ടാകും. അത് കാരണം ഹെയർ ഫോളിക്കിളിലോട്ട് നന്നായി ബ്ലഡ് സർക്കുലേഷൻ എത്തും, കറക്റ്റ് ആയിട്ട് ന്യൂട്രിയൻസ് എത്തും, അങ്ങനെ മുടി വളരും. പിന്നെ അതുപോലെ തന്നെ മൈക്രോ നീഡ്ലിംഗ്, അതായത് ഈ ഡെർമാറോളർ ഇല്ലേ, ഈ ഡെർമാറോളർ പോലത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ കുഞ്ഞു കുഞ്ഞു ഇഞ്ചുറീസ് ഉണ്ടാക്കും. ഇഞ്ചുറീസ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ശരീരം അത് നികത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ ആയിരിക്കും. അങ്ങനെയും നമുക്ക് മുടി നന്നായിട്ട് വളരാം. പിന്നെ നമുക്ക് നന്നായിട്ട് ഭക്ഷണങ്ങൾ കഴിക്കാം. ഞാനിപ്പോൾ പറഞ്ഞ വിറ്റമിൻസിന്റെ കുറവില്ലേ, അപ്പൊ അതൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് നികത്താനായിട്ട് സാധിക്കും. അതിനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും മുടി കൊഴിച്ചിലിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം? ഇപ്പോൾ അയേൺ ആണെങ്കിലും വിറ്റമിൻ B12, ബയോട്ടിൻ, വിറ്റമിൻ ഡി, ഇതെല്ലാം കിട്ടുന്ന കുറച്ച് ഭക്ഷണങ്ങളാണ് പാല്, പാൽ ഐറ്റംസ്, മുട്ട കാര്യങ്ങൾ. മുട്ടയുടെ മഞ്ഞയാണെങ്കിലും നല്ല ഒരു ഭക്ഷണമാണ് മുടിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇലവർഗ്ഗങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ വിറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. നമുക്ക് എത്ര വേണേലും കഴിക്കാം. അതിൽ അങ്ങനെ കലോറീസോ കാര്യങ്ങളോ പ്രശ്നമില്ല. വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവരാണെങ്കിലും PCOS PCOD റിലേറ്റഡ് ആയിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിലും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ നട്ട്സും സീഡ്സും. ഈ നട്ട്സിൽ പെട്ടതാണ് ആൽമണ്ട്സ്,
അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, ഇതൊക്കെ. വാൾനട്ട് ആണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ സീഡ്സുകൾ നോക്കുകയാണെങ്കിൽ സൺഫ്ലവർ സീഡ്സ് ആണെങ്കിലും ഫ്ലാക്സ് സീഡ് എന്ന് പറയുമ്പോൾ ചണവിത്ത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മുടിക്ക് വളരെ നല്ലതാണ്. ഈ ഭക്ഷണങ്ങളൊക്കെ ധാരാളം കഴിക്കാം. പിന്നെ മത്സ്യം വളരെ നല്ലതാണ്. മത്സ്യമാകുമ്പോൾ നമുക്ക് ഒമേഗ 3 കാര്യങ്ങളും കിട്ടും. അസുഖങ്ങൾ നമുക്കിപ്പോൾ PCOS PCOD റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് മത്സ്യം കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ടും പറ്റും. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് എടുക്കാം. പിന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നന്നായിട്ട് കഴിക്കുക. ഇപ്പോൾ അയൺ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ബീട്രൂട്ട്, മാതളം, ആപ്പിൾ പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. നീ എന്ത് രസമായിട്ട് ഇത്രയും പറഞ്ഞു തരുന്നേ. നീ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണല്ലോ. നീ ഇതൊക്കെ എവിടുന്ന് അറിയുന്നേ? എടാ, ഇതുപോലത്തെ ഹെൽത്തി ടിപ്സ് പറഞ്ഞു തരുന്ന ഒരു പേജാണ് ആയുർജൻ ക്ലിനിക്കിന്റെ. അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആയുർജൻ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് പേജ് ഉണ്ട്. യൂട്യൂബിലാണെങ്കിലും ആയുർജന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. ഇതിപ്പോ മുടി റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല, അസുഖങ്ങൾ റിലേറ്റഡ് ആയിട്ട്, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, അങ്ങനെ എല്ലാ വിധത്തിലുള്ള വീഡിയോസ് അവർ ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ ഇതുപോലത്തെ ടിപ്സുകൾ പറഞ്ഞുതരും. മെയിൻ ആയിട്ട് കാരണങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞുതരും. എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞുതരും. മാത്രമല്ല ഇതിനൊക്കെ അവരുടെ പ്രത്യേകം ട്രീറ്റ്മെന്റുകളും ഉണ്ട്. അപ്പോൾ ആയുർജൻ ക്ലിനിക് എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കരയിലാണ് അവർ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താലും മതി. തന്നെ അവരെ ഒന്ന് ഫോളോ ആക്കിക്കോളൂ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ അവരെപ്പോഴും ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓഹോ, എങ്കിലും ഞാനും ഫോളോ ചെയ്യട്ടെ.